മലയാളികളുടെ നമ്പർ 1 ചോയ്സ് കേരള മാട്രിമോണി. അതേത് കളി? ആ കളിയില്ല, എവിടെ കള്ളകളിയാണ് കേട്ടാ. അടുത്ത ബോള് പോട്. 2 റണ്ണ് മൊത്തം 9 റണ്ണ് കേട്ടാ. ഇനി 4 ബോളുണ്ട്. ഇനി 4 ബോൾ അല്ല 3 ബോളേ ഉള്ളൂ. അണ്ണാ നിനക്ക് അല്ലല്ലോ കണക്കറിയത്തില്ല, നീ ആദ്യം പറഞ്ഞാണ്. മൊത്തം 3 ഓവർ 18 ബോള് 14 ബോളാണ് ഇപ്പൊ എറിഞ്ഞത്. 14. ഇനി 4 ബോളുണ്ട്. നീ എറിയണ്ടോ? പാറേ അയ്യോ അമ്പയർ കളിക്കല്ലേട്ടാ. ഇത് நான் சொல்றத கேளு. 3 பால் தான். நீ சீக்கிரமா போட்டேன்னா உனக்கு அடுத்த பேட்டிங். அல்ல 4 பால். ஓ 4 3 ஏதோ ஒண்ணு. நீ 3 பால் போட்டுட்டு நீ போய் பேட் பண்ணு, அதுதான் நல்லது. போடு. 4 ശരിയല്ലേട്ടാ. നോ ബോള്. അതിനിപ്പുറം നിറഞ്ഞേ അടുത്ത പരിപാടി എന്നടാ ഇത്? പിന്നെ ബാറ്റ്സ്മാൻ അങ്ങനെ ഔട്ട് ആവുമെങ്കിൽ അപ്പൊ അത് നോ ബോളായിട്ട് എടുക്കുക. അവിടെ നീ കളിക്കില്ലട്ടെ കുറെ നേരം. ഞാൻ എന്തിനാ കളിക്കണം? അങ്ങനെയാണെങ്കിൽ ഞാൻ കളിക്കില്ലട്ടെ. ഞാൻ കുറെ നേരമായി കലബിലാന്ന് ഫോൺ വിളിക്കാൻ പോലും കേട്ടോ. ഇറങ്ങി 2 വീണ്ടും പുറത്തു പോയി കളിച്ചോ. പോ. ചേച്ചിക്ക് ഫോൺ വിളിക്കണമെങ്കിലേ ചേച്ചി പുറത്തുപോയി ഫോൺ വിളിക്ക്. കറക്റ്റ്. ഓ അല്ലെങ്കിൽ നിന്റെ ഇഷ്ടത്തിനാണല്ലോ ഇവിടെ കാര്യങ്ങൾ നടക്കുന്നത്. ആണ്, ഞങ്ങളുടെ ഇഷ്ടത്തിലാണ് കാര്യങ്ങൾ നടക്കുന്നത്. കറക്റ്റ്. നിന്നോടൊക്കെ പറയാൻ വന്ന് എന്നെ തല്ലിയാ മതി. മാറടാ. ദുൽഖർ വന്നിക്കണോ? മൊത്തം 9 റണ്ണ. 9 റണ്ണ് ഞാൻ ഓടി എടുത്തു. 8 9 തവണ ഞാൻ ഓടി. പാറേ 9 അല്ല 8. ഓ പോട്. ശരി 8 അല്ലേ? ഇപ്പൊ നോക്കി അടുത്ത അടിയില് കളിക്കില്ലട്ടെ. നീ ഇങ്ങനെ തുടങ്ങുകയാണെങ്കിൽ ഞാൻ ഈ കളിക്കില്ല. ഇപ്പൊ നോക്കിക്കോ. റെഡി നോക്കിക്കോ. അടിച്ച് ഓടുന്നു. പാറു നിക്കട്ടോ അവൻ. അയ്യോ 1 2 എടുത്തുക്കോ. ഔട്ടാക്ക് പോട് പോട്. കൊല്ലടാ മനുഷ്യനെ. ഇത് ബഹളമാടാ. ആ റോഡിന്റെ അപ്പുറത്ത് കേൾക്കാലോ കിടന്ന് ഒച്ചുണ്ടാക്കണത്. അത് മാത്രമല്ല ഈ ബാറ്റ് കൊണ്ട് എന്തിനാണ് തറയിലടിക്കണത്? ആ ടൈൽ എങ്ങനെ പൊട്ടി കഴിഞ്ഞാൽ നീ മാറ്റുവോ? അത് മാത്രോ? ആരോട് വെച്ചിട്ടാണ് ഈ വീടിന്റെ അകത്ത് ക്രിക്കറ്റ് കളിക്കുന്നത്? ഈ ബോൾ എങ്ങനെ അവിടെ ഇവിടെ കൊണ്ടുകഴിഞ്ഞാൽ മൊത്തം അഴുക്കുവോ, ആ ട്യൂബ് പൊട്ടും. ഇതാ കാര്യം നീ മാറ്റുവോ? പുറത്തെങ്ങനെ പോയി കളിച്ചോളൂ നിങ്ങക്ക്? പുറത്ത് ഭയങ്കര ചെളി. എന്നാ പിന്നെ ഗേറ്റിന്റെ അപ്പുറത്ത് ആ റോഡിൽ കളിക്കണം. റോഡിലാണെങ്കിൽ വെയിലും വണ്ടി. എന്നാ പിന്നെ കളിക്കാതിരുന്നൂടെ? അപ്പൊ പിന്നെ ഒരു പ്രശ്നം ഉണ്ടാവില്ലല്ലോ. ബാറ്റ് മര്യാദക്ക് ഇന്ന് തന്നെ തിരിച്ചു കൊടുത്തോളാം. ഞാൻ വെട്ടിക്കൂട്ടി അടുപ്പത്തിട്ട് നോക്കിയോ. അങ്ങനെയാണെങ്കിൽ ഞാൻ ചേച്ചി അടുപ്പത്ത്. എന്താ? അല്ല என்னெல்லாம் சொன்னாலும் கேஸோட பேட்டிங் சூப்பர் தான். അയ്യോ സപ്പോർട്ട് ചെയ്യാൻ ഒരുപാട് ആൾക്കാരുണ്ടല്ലോ ഇവിടെ. എന്നെ ആന്റിക്കെങ്കിലും കുറച്ച് ബോധം വിവരമില്ലേ? ഈ വീട് ഏറ്റവും കൂടുതൽ ക്ലീൻ ചെയ്യുന്ന ആന്റി അല്ലേ? ഈ ഭിത്തിയിൽ മൊത്തം അഴുക്ക് വെച്ച് കഴിഞ്ഞാല ആന്റിനെ ക്ലീൻ ചെയ്യുമല്ലോ? ഇല്ലല്ലോ.
എത്ര തവണ ഞാൻ പറഞ്ഞെന്നറിയോ ചേച്ചി, പുറത്തു പോയി കളിക്കുന്നു. അപ്പൊ ഇല്ല, ഇതോണ്ടെ കുരുട്ടുണ്ടല്ലോ, എന്നെ പറയാനായിട്ട് ബാക്കിയൊന്നും ഇല്ല ഇവള്. ഇനി എല്ലാം പറഞ്ഞു കൂട്ട്. ഇപ്പൊ എന്തിനാണ് പ്രശ്നം? കളിക്കരുതെന്നങ്ങ് പറഞ്ഞാ പോരെ? കളിക്കുന്നില്ല, പ്രശ്നം കഴിഞ്ഞില്ലേ? പറഞ്ഞല്ലോ, കേട്ടില്ലല്ലോ. ചേച്ചി, ഈ പാറും കേശും കൂടിയാണ് വീട് മുഴുവൻ നശിപ്പിക്കുന്നത്. അത് പിന്നെയും പോട്ടേന്ന് വെക്കാം. ഇവരുണ്ടല്ലോ, എന്തെങ്കിലും ചെറിയ ദേഷ്യം വന്നാ മതി, അപ്പൊ തന്നെ കട്ടിലെടുത്ത് താഴെ ഇടാ, വാതിൽ മുറുക്കി അടക്കുക. എല്ലാ എല്ലാ ദേഷ്യവും വീടിന്റെ പെട്ടിലേക്ക് അങ്ങ് തീർക്കും. ആകപ്പാട് 2 ആഴ്ച പോലും ആയിട്ടില്ല നമ്മുടെയൊക്കെ പേരിൽ വീട് എഴുതി തന്നിട്ട്. 1 മാസം ആവണേന് മുന്നേ പൊളിച്ചടക്കി കയ്യിൽ തരുമോ? ഓഹോ, ഇപ്പൊ പറഞ്ഞു വരണത് ഞാൻ മാത്രമേ വീട്ടില് അവളെ നാശനഷ്ടം ഉണ്ടാകത്തുള്ളൂ അല്ലേ? ഇപ്പൊ കാണിച്ചു തരാം. ഈ കഥവിന് ഇങ്ങോട്ട് നീങ്ങില്ല വേണ്ടേതാ, ഈ കഥവിന് കുറ്റിയുണ്ടോ? ഇപ്പൊ നോക്കിക്കോ, കണ്ട സൗണ്ട് കേൾക്കണ കേട്ടാ? എന്റെ വിചാരി മൊത്തം ഇളയ കിടക്കുകയാണ്. എങ്ങനെ ഇളയ കിടക്കാതിരിക്കും? എന്തെങ്കിലും പ്രശ്നം വന്നാൽ ഉടനെ വരിക, എടുക്കുക, ഒരട കഴിഞ്ഞ്, പ്രശ്നം കഴിഞ്ഞ്. മൊത്തം മറ്റേ ആ ദുബായ് കിടക്കുന്ന സിദ്ധുളനാണ് ഇവിടുത്തെ വാതിൽ എന്നാണ് ചേച്ചിയുടെ വിചാരം. എന്നിട്ട് കുറ്റപ്പരിമ മൊത്തം ഉണ്ട് അല്ലെങ്കിൽ അതിന്റെ കാണിക്കണേ, അതിന്റെ വിചാരി നീ കാണിക്കണ. നല്ല രസമുണ്ട്. അവസാനം എല്ലാം കൂടെ കറങ്ങി തിരിഞ്ഞ് എന്റെ പെടലിക്ക് വന്നല്ലേ? നീയൊക്കെ നിന്റെ തോന്നിവാസം പോലെ എന്താന്ന് വെച്ചാൽ കാണിക്കും. പറയാൻ വന്ന എന്നെ വേണം തന്നെ. ഡോറടക്കല്ലേ, നശിപ്പിക്കല്ലേ. കണ്ടാ കണ്ടാ വലിച്ചടച്ചണ്ട. ഞാൻ ഇപ്പൊ പറഞ്ഞോളൂ വലിച്ചടക്കില്ലെന്ന്. നീ മോശമൊന്നും അല്ല. கேசு, இது விட்டுடலாம், இந்த விளையாட்டு வேண்டாம். லெச்சு சொன்னதுதான் கரெக்ட். എന്നെ പറഞ്ഞു കൊടുക്കാൻഡി. കുഞ്ഞു മക്കളെ വീട് കൊലക്കല്ലടേ. ഇതൊന്നും ഒരു വീട്ടില് சீக்கிரம் செய்யறேம்மா. ഓ എന്തായി? ചോറ് നേരത്തെ റെഡിയാവോ? നല്ല താമസിക്കും. താമസിക്കൂ? ആ ശരി. സ്പെഷ്യൽ ഒന്നും ഇല്ലല്ലേ? നീ വല്ലതും വാങ്ങിച്ചോണ്ടോ, ഞാൻ വെച്ചുണ്ടാക്കി തരാം. അല്ല, നീ കഴിച്ചിട്ട് സ്പെഷ്യൽ കഴിച്ചിട്ടേ കുറെ നാളായി എന്നിങ്ങനെ പറയായിരുന്നു. അമ്മ പോയി. ഓ, ഞാനൊരു സാധനം മേടിച്ചോണ്ടെന്നാ അമ്മ വെച്ച് തരൂ. എന്തുവാടാ? നല്ല കിടുക്ക് സാധനമാണ്. ബീഫാണോ? ബീഫൊന്നും അല്ല. ബീഫും ചിക്കനും മട്ടനും ഒന്നും അല്ലെന്ന്. പിന്നെന്തുവാ? വേറെ കിടുക്ക് സാധനം. ഇത് തിന്നണ സാധനം. ഇതുവാ? ആ, ഇത് തിന്നുന്ന സാധനം എന്തുവാ? എന്തായിരിക്കും? குதிரையா? മുയല്. മുയല് വേണ്ട. അമ്മ, മുയൽ നല്ല സൂപ്പർ ടേസ്റ്റ് ആണ്. മട്ടന് താറാവും ബീഫും ഒക്കെ അങ്ങോട്ട് മാറിയിരിക്കും. ഇങ്ങനെ എടുത്തിട്ട് നല്ല സൂപ്പർ അപ്പവും കൂടെ കൂട്ടി ഒരടി അടിച്ചാണ്ടല്ലോ കിടക്കും. മേടിച്ചോണ്ടാ. டே கேசு, ஓ, நீ வாங்கிட்டு வா, நான் உனக்கு ஸ்பெஷலா சமைச்சு கொடுக்குறேன். நான் சாப்பிட மாட்டேன். സ്പെഷ്യലാ? മറ്റേ മുയൽ നെല്ലിക്കറിയാണോ ഉദ്ദേശിച്ചത്? നെല്ലിക്കുളമ്പ്? என்னடா இது? ஒரு வாட்டி என் கையில இருந்து ஒரு தப்பு வந்தது, அதே நீ திருப்பி திருப்பி ஏன் சொல்லிட்டு இருக்க? நான் எவ்வளோ பொருள் உனக்கு ஸ்வீட்டா சமைச்சு கொடுத்துருக்கேன்ல. അതാണ് കനകാന്റിയെ ഇതിനകത്ത് സ്പെഷ്യാലിറ്റി. കനകാന്റിക്ക് ഈ പ്രപഞ്ചത്തിന്റെ ശരിക്കുള്ള സത്യം അറിഞ്ഞൂടാ. ഇപ്പൊ നമ്മളൊരു 1 കോടി പുണ്യം ചെയ്യാതിരിക്കട്ടെ, അത് അത്രയും വെള്ളത്തിലങ്ങ് പോകും. ഒരൊറ്റ തെറ്റിയത് നോക്കട്ട്, അത് പൊക്കിയെടുത്ത എയർ ഇങ്ങനെ വെച്ചേക്ക്. അതാണ് ഈ സമൂഹത്തിന്റെ പ്രശ്നം. അതൊന്നും പറഞ്ഞിട്ടൊരു കാര്യമില്ല. എപ്പോഴും നമ്മുടെ സമൂഹം ഇങ്ങനെ തന്നെ ഇരിക്കും. നമ്മളൊന്ന് മാറ്റാൻ നോക്കിയാലോ, അപ്പൊ എല്ലാം കൂടെ അവന്റെ മണ്ട കയറും. സാറിന് നിലത്തൊന്നും നിൽക്കാൻ സ്ഥലമില്ലാത്തതുകൊണ്ടാണോ സ്ലാബിന്റെ മുകളിൽ കയറിയിരിക്കണേ? ചുമ്മാ കയറിയിരുന്ന് രസമല്ലേ? വലിയ രസമൊന്നുമില്ല. താഴെ ഇറങ്ങടാ. എന്താ ചേച്ചി എന്റെ മുകളിൽ കയറുന്ന പ്രശ്നം? സ്ലാബ് എങ്ങനെ പൊട്ടിക്കയറ്റാൻ നീ നന്നാക്കുവോ? സ്ലാബ് പൊട്ടിക്കയറ്റാൻ നീ നന്നാക്കുവോന്ന്? ഈ സ്ലാബ് പൊട്ടാനാ? മാത്രമല്ല എനിക്ക് എന്തോ ഒറ്റ ദിവസം കൊണ്ട് വെയിറ്റും കൂടിയാ. വെയിറ്റ് കൂടും. ചേച്ചിക്ക് എന്തിനാ ചേച്ചി പ്രശ്നം? എന്റെ മളി കയറി പ്രശ്നം. അതെ, 2 ദിവസം മുമ്പ് ചേച്ചി എന്റെ മളി കയറി കിടക്കുമല്ലായിരുന്നു ചേച്ചി. എടാ, ഞാൻ ഇരുന്നാലും കിടന്നാലും അത് സ്ലാബ് പോലും അറിയില്ല. അതുപോലെയാണോ നീ? നിനക്ക് നല്ല വെയിറ്റ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഇവിടെ ആരും അതിനകത്ത് മണ്ട കയറി ഇരിക്കാൻ പാടില്ല. ആരും ഇരിക്കുന്നില്ല. പ്രശ്നം തീർന്നില്ലേ? കുറെ നേരമായി ചേച്ചി. എടാ, ഇപ്പൊ ഈ വീടിന് എന്തെങ്കിലും കേടുപാട് സംഭവിക്കാന്ന് വിചാരിച്ചോ? ഞാൻ തന്നെ എല്ലാം നന്നാക്കണ്ടേ? വേറെ ആരെങ്കിലും പൈസ ഉണ്ടാ? പറയുമ്പോ ഇച്ചിരി ബുദ്ധിമുട്ടൊക്കെ തോന്നും, പക്ഷെ അതാണ് സത്യം. വിഷമിച്ചിട്ട് കാര്യമൊന്നുമില്ല. ഒരു കണക്കിന് കേറി ഇരിക്കാതിരിക്കുന്ന നല്ലത്. ദോഷമാ കുഞ്ഞേ. ദോഷം? ഇതൊക്കെ ഏത് നിയമം? ഇതിപ്പോ നമ്മുടെ സ്വന്തം വീടായപ്പോ ഫ്രീഡം കുറഞ്ഞതുപോലെ. മോക്ക് ഞാൻ ഫ്രീഡം തരാം. ഒരു കാര്യം ചെയ്യ്, ഈ വീടൊന്ന് നശിപ്പിക്ക്, എന്നിട്ട് എല്ലാം കൂടെ കൂട്ടിയിട്ട് കത്തിക്ക്. അപ്പൊ ഫ്രീഡം കിട്ടുമല്ലോ. எல்லாரும் வீடு பத்திரமா பாத்துக்கணும். അങ്ങനെയാണെങ്കിൽ കനകത്തിന്റെ ജോലിയും കുറഞ്ഞിരിക്കും. ഇതിപ്പോ കിച്ചൺ ആണെങ്കിലും നമ്മൾ ഉപയോഗിക്കുന്ന എന്ത് സാധനം ആണെങ്കിലും ഒന്ന് സൂക്ഷിക്കുക. അതിപ്പോ പറയുന്നതുകൊണ്ട് ദേഷ്യ വിഷമം തോന്നിയിട്ട് യാതൊരു കാര്യമൊന്നുമില്ല.
തോന്നി തന്നെ എന്തുവാ പ്രശ്നം? പറയാനുള്ള കാര്യങ്ങൾ മുഖത്തൊക്കെ പറഞ്ഞേ പറ്റുള്ളൂ ചേച്ചി. പറയാനുണ്ടല്ലോ, ഇഷ്ടംപോലെ പറയാനുണ്ടല്ലോ. പറയാനുള്ള കാര്യം മുഖത്ത് നോക്കി 2-3 ദിവസമായിട്ട് തുടങ്ങിയിട്ടത്. എപ്പോഴും പറയുമ്പോഴാ ബുദ്ധിമുട്ട്. ആ അങ്ങനെ ബുദ്ധിമുട്ട് തോന്നേണ്ടുന്ന ഒരു കാര്യമില്ല. ചേച്ചിമാര് പറയുന്നതേ അങ്ങ് അനുസരിച്ചാ മതി. ഓ, ചേച്ചിമാര് പറയണ നമ്മൾ അനുസരിക്കാൻ പോകും. പക്ഷെ അങ്ങനെയാണെങ്കിൽ ആദ്യം അനുസരിക്കേണ്ട അമ്മൂമ്മയാണ്. അമ്മൂമ്മ ഈടെയായിട്ട് എത്ര പ്രാവശ്യമാണ് ഗ്യാസ് തുറന്നു വിട്ടിട്ട് അങ്ങ് പോണത്? നിന്ന് കത്തും വീട്. ഞാൻ എല്ലാ തവണയും ഓഫ് ചെയ്യണത്, അല്ലെങ്കിൽ ലച്ചാച്ചി ഓഫ് അല്ലെങ്കിൽ ശിവ ഓഫ് ചെയ്യും. ഇടയ്ക്ക് കുക്കർ വിട്ട് തെറിച്ചല്ലേ, എന്തുവായിരുന്നു? അമ്മൂമ്മ എന്ത് സാധനം കട്ട് ചെയ്യണമെങ്കിലും സ്ലാവിന്റെ പുറത്ത് വെച്ചാ കട്ട് ചെയ്യുന്നേ. ഞാനെന്തോ കട്ട് ചെയ്തു? അമ്മൂമ്മ കഴിഞ്ഞ പ്രാവശ്യേ ചക്ക കട്ട് ചെയ്ത ഇവിടെ വെച്ചല്ലേ, കണ്ടേ പാട് വരെ വീണ്. കണ്ടോ ചേച്ചി നോക്ക്. ചേച്ചി സത്യം പറഞ്ഞാൽ അന്ന് വെട്ടിയെടുത്ത് ഇങ്ങനെ വെട്ടി കൊടുത്തു. കണ്ട പാട് കണ്ട കൊച്ചു കാണിച്ചാൽ എന്താ തെറ്റ്? അത്രയ്ക്ക് വേണ്ട. പിന്നെ ഈ ചക്കയും മാങ്ങയൊന്നും സ്ലാബിന്റെ പുറത്ത് വെച്ചിട്ട് നടക്കൂല. വേറെ എവിടെങ്കിലും കൊണ്ടുപോയിട്ടിക്കോ. ഒരു കയ്യബദ്ധം. അങ്ങ് ക്ഷമിക്കേ. எல்லாரும் வீட பத்திரமா பாத்துக்கணும். அதுதான் எனக்கு சொல்றதுக்கு இருக்கு. എനിക്ക് തോന്നണത് ഈ വീട് മൊത്തം പ്രശ്നമാണ്. ശരിയല്ലേ? ഇപ്പൊ പറഞ്ഞു വെച്ച് നോക്കുമ്പോൾ മൊത്തം പ്രശ്നമല്ലേ? നൈസില്ലേ ആ ഓണർ നമ്മളെ തേച്ചായിരിക്കും. ഇനി ഇത് മൊത്തം നന്നാക്കണമെങ്കിൽ ലോൺ എടുക്കേണ്ടി വരും. ലോണാ? എന്ത് ലോണ്? മെയിൻ്റെനൻസ് ലോൺ. എന്നിട്ട് ആരടയ്ക്കും? ചേച്ചി അടയ്ക്കും. ആവശ്യമില്ലാണ്ട് മിണ്ടാണ്ടിരുന്നോണം. ഒന്നാമതേ ഇളകിയിരിക്കുവാണ്. ഇനി ഓരോന്ന് പറഞ്ഞ് ചുമ്മാ ചൊറിയായിട്ടില്ല ഏട്ടാ. അതുകൊണ്ടല്ലേ ഞാൻ കയറ്റി വെച്ചു കൊടുത്തേ. അങ്ങ് കയറി പോട്ട്. ഒരെണ്ണം കിട്ടുമ്പോ അവിടെ ഇരിക്കും. എടാ കൊച്ചേ, ചുമ്മാ ലച്ചുവിനെ ദേഷ്യം പിടിപ്പിക്കാൻ നിക്കല്ലേ നീ. എല്ലാം ചെയ്യാനുള്ളൂ ചെയ്ത് വെച്ചിട്ട് ചക്ക വിട്ട് മോർക്കണമായിരുന്നു. 2 തലക്ക് ഇടുന്നു. ഗ്യാസ് ഓർന്നു ഇവിടെ പൊട്ടിത്തെറിക്കിട്ട്. ചേട്ടാ ഓ, ചേട്ടാ അതിൽ ആലോചിക്കണോ? അങ്ങനൊന്നും ഇല്ല. ഇങ്ങനെ ഓരോന്ന് ആലോചിച്ചിങ്ങനെ ഇരുന്നു. ചേട്ടാ എന്താ ആലോചിച്ചത് ഞാൻ പറയട്ടെ. ഓ പറ. ചേട്ടാ ഈ വീട് നമ്മുടെ സ്വന്തമായിട്ട് ഒരുമാതിരി നമ്മളെ ഇടിച്ചെടുത്ത് സംസാരിക്കുന്ന പോലെ ചേട്ടൻ തോന്നിയില്ലേ? അതല്ല ചേട്ടൻ ആലോചിച്ചോണ്ടിരുന്നേ. എനിക്ക് മനസ്സിലായി. കാര്യം എന്ത് പറഞ്ഞാലും ഞാൻ കൊച്ചുകുട്ടി തന്നെയാ. പക്ഷെ ഞാൻ ജനിച്ചത് ഈ വീട്ടിലാ. ഞാൻ ചേട്ടൻ അനിയത്തിയ. അപ്പൊ എനിക്ക് കുറച്ച് ബുദ്ധി ഉണ്ടാവൂലോ ഇല്ലേ? എന്നാ പിന്നെ ഞാൻ കാര്യത്തിലേക്ക് കടക്കട്ടെ. ഇത്ര നേരം നീ എന്നല്ലേ ഒന്ന് പറഞ്ഞോണ്ടിരുന്ന, ബാക്കിയുടെ പറ. നമ്മൾ 4 പേരും ഈ വീടിന്റെ തുല്യാവകാശികളല്ലേ? അല്ലേ? ആണല്ലോ. അപ്പൊ ഈ വീട് കേടാക്കുന്ന കാര്യം പറഞ്ഞ് നമ്മളെ വഴക്ക് പറയേണ്ട ആവശ്യമുണ്ടോ? പിന്നെ ഷോ കാണിക്കേണ്ട ആവശ്യമുണ്ടോ? ഉണ്ടോ? ഇല്ല. ഒന്ന് പറ. ഇല്ല, ആവശ്യമില്ല. അപ്പൊ വീടിന്റെ കാര്യം പറഞ്ഞ് നമ്മുടെ തലയിൽ കയറേണ്ട ആവശ്യമുണ്ടോ? ഇല്ലല്ലോ. ഇല്ല. ഇവിടെ കളിച്ചുകൂടാ, സ്ലാവേലിരുന്നൂടാ, ഓടിക്കൂടാ, പിന്നെ ബാത്റൂമിൽ പോയിക്കൂടാ. അതപ്പോ പറഞ്ഞ ഇങ്ങനെ പോവാണെങ്കിൽ അതും പറയും. ചേട്ടാ നമുക്ക് പ്രതികരിച്ചേ പറ്റൂ. പ്രതികരിക്കണ്ടേ? വേണം. പിന്നെ പ്രതികരിക്കണ്ടേ? നീ പറഞ്ഞ ശരിയാണ് കേട്ടോ. നൈസില്ലേ? നമ്മൾ കാണിക്കുന്ന എന്തെങ്കിലും ചെറിയ തെറ്റിന്റെ മണ്ടയിലെടുത്ത് എല്ലാം കൂടെ അടിച്ചിട്ട് എല്ലാം നമ്മളെ ഇടിച്ചിടിച്ചിടിച്ച് അങ്ങ് ഒതുക്കിയാണ്. അത് തന്നെ. അങ്ങനെ നൈസിൽ ഒതുക്കിയിട്ട് നമ്മുടെ മേളിൽ കയറി അധികാരം സ്ഥാപിക്കാനാണ്. അതാണ് ലക്ഷ്യം. അധികാരം നോക്കില്ലേ? ചേട്ടൻ ഇപ്പൊ പറഞ്ഞാണ് കറക്റ്റ്. പക്ഷെ ചേട്ടൻ പറഞ്ഞ പോലെ എനിക്ക് പറയാൻ പറ്റൂല. അതിപ്പോ നീ പറയാൻ നോക്കിയാലും കാറ്റ് മാത്രമേ വരുള്ളൂ. ആ ലച്ചു ചേച്ചി ഉണ്ടല്ലേ, ചെറിയൊരു സൂചി കയറ്റാ സ്ഥലം ഉണ്ടെങ്കിൽ അവിടെ ബുൾഡോസർ ഇടിച്ച് കയറ്റുന്ന ടീമാണ്. അത് ചേട്ടൻ പറഞ്ഞ കറക്റ്റാ. അതെന്നെക്കാളും നന്നായിട്ട് അറിയാവുന്ന ചേട്ടനാ. അതെന്താന്നറിയോ? ചേട്ടൻ എന്നെക്കാളും കൂടുതൽ ഓണസദ്യ കഴിച്ചിട്ടുണ്ട്. ചേട്ടാ ഈ പറഞ്ഞ പോലെ ഓണം എന്നാ? എന്തിനടി? ഓണസദ്യയുടെ കാര്യം പറഞ്ഞപ്പോഴേ കൊതി വന്നതാ. പോവായിരുന്നു പീല് പിടിച്ച് വരികയായിരുന്നു. കളഞ്ഞവള് എന്റെ പറ്റ. നമ്മൾ എന്തോ സംസാരിച്ചെന്ന് അറിയാൻ പറ്റുമോ? ഇതൊന്നും പറഞ്ഞു പോരുത്, ഒന്നും പറഞ്ഞു പോരുത്.
എന്താണ് രണ്ടും കൂടെ ഒരു സംസാരം? എന്ത് സംസാരം? ഏ? എന്ത് സംസാരമെന്ന്? അല്ല രണ്ടുപേരും കൂടെ എന്താണ് കുണുകുണാന്ന് സംസാരിച്ചോണ്ടിരിക്കുന്നത്? അത് ചോദിച്ചതാ. എന്താടാ? ഞങ്ങളൊന്നും സംസാരിച്ചില്ലല്ലോ. എന്ത് ശബ്ദത്തിനൊക്കെ ഒരു മൊട? ഒരു മടയില്ല. ഞങ്ങൾക്ക് എന്താ ഇവിടെ ഇരുന്നൂടെ? ഇരിക്കേണ്ടത് ഞാൻ പറഞ്ഞില്ലല്ലോ. സംഭവം എനിക്ക് മനസ്സിലായി. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊന്നും ഇഷ്ടപ്പെട്ട് കാണൂലല്ലേ? ഇഷ്ടപ്പെട്ടില്ല. ഇഷ്ടപ്പെടൂല്ല. അല്ലെങ്കിൽ നല്ലത് പറഞ്ഞു കൊടുത്ത് എന്നെ സമൂഹത്തിൽ ആർക്കും ഇഷ്ടപ്പെടൂല. അതിന് നല്ലത് പറയണ്ടേ? നീ മിണ്ടരുത്. നീ മൈനറാണ്. ഇൻ ഇന്ത്യ മൈനർ ഇസ് ലീഗലി ഡിഫൈൻഡ് ആസ് someone under age of 18. Yes, I know. You know. എന്റെ അടുത്ത് ഡയലോഗ് അടിക്കല്ലേ? ആഘോഷ തന്നെയാ. അകവാശിയെ പറ്റി പറയണത് നീ ആയിട്ടില്ല കേട്ടോ. എന്താണ് പറയണത്? അത് മാത്രല്ല തന്റെ അകവോശം ഉണ്ടല്ലോ അതിപ്പോ എന്റെ പേരിലാണ്. എന്നെ ഒഴിവാക്കി എനിക്ക് ഈ വീട്ടിൽ ഒന്നും ചെയ്യാൻ പറ്റൂല. കേശോടാ, നമ്മൾ ഈ വീട്ടിൽ തോന്നാ ചെയ്യും. വേണമെങ്കിൽ ഞങ്ങൾ ഈ വീട് കത്തിക്കും, അല്ലെങ്കിൽ പൊളിക്കും. നമ്മള് ഈ വീട്ടിൽ തോന്നണം ചെയ്യും. നമ്മള് തോന്നണത്തിരിക്കും, തോന്നണത്ത് കിടക്കും. പിന്നെ ഞങ്ങൾക്ക് തോന്നും ഞങ്ങൾ ക്രിക്കറ്റ് കളിക്കും, ഫുട്ബോൾ കളിക്കും, വേണമെങ്കിൽ ഞാൻ വോളിബോൾ വരെ കളിക്കും. ഈ വീട്ടിൽ പൈസ മുടക്കി ഇവിടെ ആരും ഒന്നും ചെയ്യണ്ട. ഈ വീട് ഇങ്ങനെ നടന്നാ മതി. എന്തോന്നടേ ഇത്? ഇപ്പഴേ തുടങ്ങിയ അവകാശ തർക്കവും അടിയും ബഹളവും ഒക്കെ? തുടങ്ങി. ഇവിടെ ഉള്ള എല്ലാവരും ഈക്വലാ. ഇനി ഈ വീടിന്റെയോ സ്ഥലത്തിന്റെയോ പേരും പറഞ്ഞ് ആരും ജാട കാണിക്കണ്ട. അങ്ങനെങ്ങാണ് കാണിച്ച ഞങ്ങൾ ഈ ബന്ധം അങ്ങ് മറക്കും. ഓഹോ, അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങളല്ലേ? അങ്ങനെ തന്നെയാണ്. മറക്കും. அம்மா இத பாருங்க அம்மா, பாருக்கு ஜூஸ் கொடுக்க போனேன். எவ்வளவு கூப்பிட்டுட்டும் கதவே திறக்கலம்மா. சண்டை போட்டுட்டு உட்காந்துட்டு இருக்கா. അതാ ലച്ചുവായിട്ട് വഴക്ക് കുടിച്ചെന്ന് കിടക്കുക. കൊച്ചിനെ പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? ലച്ചുവിനെ പറഞ്ഞാ പോരായോ? പറ, കുറച്ചും കൂടെ ലച്ചുവിനെ പറ. ഞാൻ എന്തെങ്കിലും പറയുമ്പോഴത്തേക്ക് പിള്ളേരുടെ മുമ്പിൽ വെച്ച് പറയും ലച്ചു ചേച്ചി പറഞ്ഞ കാര്യമൊക്കെ കറക്റ്റ് ആണെന്ന്. ഞാനങ്ങ് മാറിക്കഴിഞ്ഞാ உடனே குற்றம் പറയാൻ തുടങ്ങും അല്ലേ? குத்தம் எல்லாம் சொல்லல லெச்சு. உங்ககிட்ட சண்டை போட்டுட்டு அவ வருத்தப்பட்டுட்டு உட்காந்துட்டு இருக்கா. വരുത്തപ്പെടല് എന്റെ അമ്മൂമ്മയ്ക്ക് അറിയോ? അവള് പറഞ്ഞ കാര്യം വെച്ച് നോക്കുവാണെങ്കിൽ ഞാനാണ് സങ്കടപ്പെട്ട് കിടക്കണ്ടേ. അവള് പറയാ ഈ വീട് ഇങ്ങനെ തന്നെ കിടന്നാ മതി, നന്നാക്കേണ്ട കാര്യമൊന്നുമില്ല. ഇനിയിപ്പോ ഈ വീടിന്റെ പേരും പറഞ്ഞ് ആരെങ്കിലും അവളുടെ അടുത്ത് ഷോ കാണിക്കാൻ ചെന്നാ അവരായിട്ടുള്ള ബന്ധം അങ്ങ് മറക്കൂ. ഉയ്യോ അവൾ എന്തോരം ഉണ്ട്. ആകെപ്പാട് ഇച്ചിരി അടയ്ക്കാട് അത്രയല്ലേ ഉള്ളൂ. ഇപ്പോഴേ ഇങ്ങനെ. അങ്ങനെയാണെങ്കിൽ 18 വയസ്സ് കഴിയുമ്പോഴത്തേക്ക് അവളെ ഈ വീടങ്ങ് വെട്ടി മുറിക്കുമല്ലോ. ഇവിടെ ചിലരുടെയൊക്കെ സ്വഭാവം കാരണം മിക്കവാറും പാറുവിന് 18 വയസ്സാകുമ്പോൾ തന്നെ ഞങ്ങളുടെ വഴിക്ക് പോകേണ്ട വരും. അതിനു വേണ്ടിയുള്ള സ്ഥലമാണല്ലോ. നിങ്ങൾ നിങ്ങളുടെ ഏത് വഴിക്ക് പോവാൻ പോണ്? കേശുവേ, ഇച്ചിരി പോന്ന പപ്പ കുഞ്ഞിന്റെ മനസ്സില് ഉള്ള വിഷം മൊത്തം കുത്തി വെച്ചിട്ട് നിന്ന് കഥാപ്രസംഗം നടത്തുന്ന നോക്കിക്കോ, അവസാനം കിടന്ന് അനുഭവിക്കും. ശരി, ഞാൻ അനുഭവിച്ചോളാം. അങ്ങനെയാണെങ്കിൽ അനുഭവിക്കണം, എനിക്കൊന്ന് കാണണമല്ലോ. അയ്യയ്യേ, എന്തോന്നാ ഇത്? ഒത്തൊരുമയോട് കഴിയേണ്ടുന്ന പിള്ളേരാ നിങ്ങള്. നിങ്ങൾ എന്തോ കാണിക്കുന്നേ? இதுதான் சொல்றது. இந்த சொத்து பணம் ஒண்ணுமே கையில இல்லாதப்போ எல்லாரும் அன்பா பாசமா இருப்பாங்கன்னு. என்னைக்கு இந்த சொத்து பணம் கையில வருதோ இந்த மாதிரி சண்டை போடும். ഇവിടെ ആരും ഒരു സൺഡേ പോടാൻ പോകുന്നില്ല. യശേ, ഈ ചർച്ച ഇവിടെ വെച്ച് നിർത്തിക്കോണം. ഇനി ഇതിനെപ്പറ്റി സംസാരിക്കേണ്ട ആവശ്യമില്ല ഇവിടെ. എനിക്കല്ലേ ഈ വസ്തുവിന്റെ തർക്കത്തിലൊന്നും ഉൾപ്പെടെ ഒരു താല്പര്യം ഇല്ലാത്ത ആളാണ്. പക്ഷേ അത് മുതലെടുത്തുകൊണ്ട് ചില ആൾക്കാർ നൈസിൽ നമ്മളെ ചവിട്ടി താത്തി അതിന്റെ മേളിൽ കയറി നിന്ന് തില്ലാലണിക്കാനുള്ള ഒരു സംഭവം ഇവിടെ നമ്മൾ കാണുന്നുണ്ട്. അതെനിക്ക് മനസ്സിലാക്കാനുള്ള ബുദ്ധിയൊക്കെ ഉണ്ട്. ആരൊക്കെ മനസ്സിൽ എന്തൊക്കെയാണ് വിചാരിക്കണേന്ന് കേട്ടാ. കാരണം ഞാൻ പാറുവിനേക്കാളും കൂടുതൽ ഓണസദ്യ ഉണ്ടവനാണ്. നീ എന്നെയാണ് എന്നെ ഉദ്ദേശിച്ച് മാത്രമാണ് പറയുന്നതൊക്കെ എനിക്ക് മനസ്സിലായി. എടാ, ഞാൻ അതിന് ഇതിന് മാത്രം എന്താ പറഞ്ഞത്? ആകപ്പാടെ പറഞ്ഞത് ഈ വീടൊന്ന് വൃത്തിക്ക് നോക്കണം, അത്രയല്ലേ പറഞ്ഞോളൂ. അതിൽ ഞാൻ ഇനി അഭിപ്രായം പറയും. അയ്യോ, വീട് വൃത്തിക്ക് നോക്കാൻ പണയുള്ള ആള് താൻ ഇന്നേ വരെ ഈ വീട് നേരെ വൃത്തിക്ക് തൂത്തിട്ടുണ്ട്? സ്വന്തമായിട്ട് കിടക്കുന്ന റൂമെങ്കിലും തൂത്തിട്ടുണ്ടോ? അതും വീട് ഒരു അലമാരി ഉണ്ടല്ലോ, തുണിയെല്ലാം കുത്തിക്കേറ്റി വെച്ചിട്ടുണ്ടല്ലോ. എന്നിട്ടോ തുണിയാണ് അതൊക്കെ. മിനിമം അലക്കാൻ ഇവിടെ കൊണ്ടുവന്നെങ്കിൽ ഇട്ടൂടെ? നോക്കിയോ, എല്ലാം കൂടെ ഒരു ദിവസം കൂട്ടിട്ട് വരട്ടി കത്തിക്കും. ഞാൻ കത്തിക്കും. നീ ആരടാ? നീ എന്റെ രക്ഷകർത്താവൊന്നുമല്ലല്ലോ, അനിയനല്ലേ. ആ സ്ഥാനത്ത് തന്നെ നിൽക്കുക കേട്ടോ. ഇതാണ് പറയണേ.
മുട്ടത്തോട് പോലും പോവാത്ത പയ്യന്റെ തലയിൽ ഇത്രയും വലിയ സ്വത്തൊക്കെ എഴുതി വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഇരിക്കും. എല്ലാ അപ്പൂപ്പനെ പറഞ്ഞാൽ മതിയല്ലോ. മുട്ടത്തോട് പോലും പോവാത്ത തല, പേട്ട് തല. ഓ, അപ്പൊ പറഞ്ഞു വരണത് നമ്മുടെ ആരുടെയും തലേന്ന് മുട്ടത്തോട് പോയിട്ടില്ലല്ലോ. അപ്പൊ നമ്മുടെ ഒന്നും പേരിൽ എഴുതി വെക്കാതെ മുട്ടത്തോട് പോയ ഈ തലയില്, അങ്ങനെ ഈ തലയിൽ എഴുതി വെക്കണമായിരുന്നല്ലേ? 4 പേരുടെ കൂടെ പേരിൽ എഴുതി വെച്ചത് അങ്ങോട്ട് പിടിച്ചില്ല. കൊച്ചുമോളുടെ മാത്രം തലയിലോട്ട് വെക്കണമായിരുന്നു ഈ വീടല്ലേ? അതാകുമ്പോ ഒറ്റയ്ക്ക് കഴിഞ്ഞ് പോയിക്കല്ല. കൊള്ളാം കൊള്ളാം, മനസ്സിലിരിപ്പ് കണ്ടോ? ചെറുക്ക, എനിക്ക് നിന്റെ സംസാരം തീരെ പിടിക്കുന്നില്ല കേട്ടോ. പിടിക്കൂല, നമുക്കറിയാലോ. തന്റെ മനസ്സിലിരിപ്പ് ഒന്നും ഈ വീട്ടിൽ നടക്കൂലോ. മനസ്സിലിരിപ്പോ? എന്ത് മനസ്സിലിരിപ്പ്? എന്ത് മനസ്സിലിരിപ്പ്? തലയിലടിക്കാനാണ് നോക്കിയത്. നിനക്ക് കൊടുക്കുന്ന പൊക്കം വെച്ചോണ്ടെങ്കിൽ പറ്റിയില്ല. അമ്മൂമ്മയാന്നും പറഞ്ഞോണ്ട് ഒരുത്തി ഇവിടെ ഒന്നും മിണ്ടാതെ വായും മൂക്കും എല്ലാം പൊത്തി ഇവിടെ നിപ്പുണ്ട്. മൂക്ക് പൊത്തിക്കണ പിടിച്ചുവിടെ, അല്ലെങ്കിൽ ശ്വാസം മുട്ടി ചത്തു. അല്ല പിന്നെ നോക്കിക്കോ, നോക്കിക്കോ. എന്തൊരിടിയത്. നമ്മളെന്തേലും പറഞ്ഞാലുള്ളൂ പ്രശ്നം. നീ എവിടെ പോണു? നീ എന്തൊക്കെയാണോ പറഞ്ഞത്? നീ എന്ത് ഇടിയടിച്ചത്? ഞാൻ അടിച്ചാണ് ഇപ്പൊ പ്രശ്നം. ഇവിടെ എന്റെ വയറാണോ നെഞ്ചാക്കൂടാണോ പോയെന്ന് എനിക്ക് അറിഞ്ഞോളൂ. എന്റെ കുടലിന് വല്ലതും പറ്റിയിട്ട് എനിക്കൊന്നും കഴിക്കാൻ പറ്റാതല്ലോ ആയ. മനുഷ്യന്റെ പല്ലളകി തോന്നുന്നു. പല്ല്, തന്റെ പല്ല് ഇവിടെ എന്റെ മണ്ടയില് ഇടിച്ചിട്ട് മറ്റേ അമർചിത്രകത്ത് ബൾബൊന്നും ഇങ്ങനെ പൊട്ടുമല്ലോ, അതേപോലെ ആയി. കേശേ, നീ ഇപ്പൊ പഴയതുപോലെ ഒന്നും അല്ല, വല്ലാണ്ട് അങ്ങോട്ട് മാറിപ്പോയിരിക്കണു. നിനക്കിപ്പൊ ചേച്ചിന്ന് ചേട്ടനൊന്നുമില്ലല്ലോ. ഇല്ല, അങ്ങനെ ഞാൻ നോക്കിക്കൊണ്ടിരുന്നാലേ എന്റെ പിള്ളേരെ പിന്നെ ദുഃഖിക്കും. പിള്ളേര്? ഏത് പിള്ളേര്? പിള്ളേരെ അതാ നിന്റെ അനിയത്തിയാ? എല്ലാം അത് തന്നെയല്ലേ. എന്ത് എന്റെ പിള്ളേരെ സങ്കടപ്പെടുത്തുന്ന ഒരു കാര്യം ചെയ്യാൻ ഞാൻ സമ്മതിക്കില്ല. പിള്ളേരെ സങ്കടപ്പെടുത്താ? നീ എന്താ പറഞ്ഞു വരണേ? ഞാൻ നിങ്ങളൊക്കെ വിഷമിപ്പിക്കുന്ന? പിന്നെ ഞാൻ ഈ പറഞ്ഞ ഒറ്റ അർത്ഥമല്ലേ ഉള്ളൂ, അത് തന്നെ പറഞ്ഞേ. കേട്ടാ, 3 പേരും ഇങ്ങനെ ബൊമ്മനെ പോലെ മിണ്ടാതെ ഇരുന്നോ? എന്റെ അമ്മൂമ്മ ഇപ്പൊ പറയുന്ന അമ്മൂമ്മയ്ക്കൊന്നും മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലായില്ല, എനിക്കൊന്നും മനസ്സിലാക്കുകയും വേണ്ട. രണ്ടുപേരും 2 വഴിക്ക് പിരിഞ്ഞു പോയില്ലെങ്കിൽ രണ്ടുപേരും ചില കാര്യങ്ങൾ ഞാൻ മനസ്സിലാക്കിപ്പിക്കും. ഫ്ലവേഴ്സിന്റെ പിൻബലത്തോടെ 24ന്റെ പുതിയ സംരംഭം 24 സ്റ്റഡി അബ്രോഡ്. വിദേശ പഠനം ഇനി സുരക്ഷിതം. 1600-ലധികം സർവകലാശാലകളും 1,00,000+ കോഴ്സുകളും. UG, PG, ഡിപ്ലോമ, MRS വരെ ലോകമെമ്പാടുമുള്ള സാധ്യതകൾ. കൗൺസിലിംഗ് മുതൽ വിസ വരെ. ഫോറക്സ്, ലോൺ, ട്രാവൽ, അക്കോമഡേഷൻ എല്ലാം ഒറ്റ ടെച്ചിൽ. www.24studyabroad.com. കുടുംബങ്ങളോടൊപ്പമുള്ള ആത്മബന്ധം. ഫ്ലവേഴ്സ് ആൻഡ് 24, വിശ്വാസത്തിന്റെ ഉറപ്പ്. 24 സ്റ്റഡി അബ്രോഡ്. വിദേശ പഠനം ഇനി സുരക്ഷിതം. വിദേശ പഠനം ആഗ്രഹിക്കുന്നവർ ഉടൻ വിളിക്കൂ 9001900156 8000800120. കേസു ലച്ചു, நான் இந்த கனகாண்டி சொல்றது கொஞ்சம் கேளேன். ആന്റി, ഇവിടെ ആരും ഒന്നും പറയേണ്ട ആവശ്യമില്ല. ഞങ്ങൾ 3 ആളും സംസാരം നിർത്തി. നിങ്ങൾ സംസാരിക്കോ തല്ലിത്തീർക്കോ എന്താന്ന് വെച്ചാ കാണിച്ചോ. അല്ലെ തന്നെ 2 ആളും അടഞ്ചക്കര ആയിരുന്നല്ലോ കുറച്ച് നാളത്തേക്ക്. ഇപ്പൊ എന്ത് പറ്റി? ജോഡി പിരിഞ്ഞു പോയാ? ഓ, അപ്പൊ അതാണ് നിന്റെ പ്രശ്നം. ശിവ, എന്റെ പൊന്നു മക്കളെ, നിനക്ക് ഈ കാര്യത്തിന്റെ കിടപ്പ് വെച്ച് അങ്ങോട്ട് മനസ്സിലാവാത്തോണ്ടാണ് നീ ഇങ്ങനൊക്കെ പറയണത്. ഇത് വേറെ കളിയാണ് മക്കളെ, വേറെ കളി. ഇത് നിനക്ക് മനസ്സിലാവില്ല, പക്ഷേ എനിക്ക് മനസ്സിലാവും. കാരണം ഞാൻ പാറുവിനേക്കാളും ഒരുപാട് ഓണസദ്യ കൂടുതലുണ്ടയാണ്. ശരി, സമ്മതിച്ചു. പക്ഷെ എന്നെ കൊണ്ട് വാ തുറപ്പിക്കരുത്. ഞാനെങ്ങാനും വാ തുറന്ന് അറിയാലോ, പിന്നെ ഇവിടെ വിധം മാറും. 2 ആളും അങ്ങോട്ട് വിട്ടു കൊടുക്കരുത് കേട്ടോ. കടിച്ചതൊക്കെ നിന്നോളാം അങ്ങോട്ട്. പിന്നെ നീ അങ്ങ് വിട്ടുകൂട്. വിട്ട് കൊറേ അമ്മയ്ക്കൊണ്ട് പോവും മൊത്തം അങ്ങ്. ഇതുണ്ടല്ലോ, ഇത് വേറെ കളിയാണിത്, വേറെ കളി. നൈസിൽ അടിയിൽ കൂടെ വേറെ വെപ്പാണിത്. മനസ്സിലാവില്ല, മൊത്തം എടുത്ത് നമുക്ക് ഒറ്റയ്ക്ക്. മോനൊരു കാര്യം ചെയ്. ഇനി വരുന്ന ഒരു 10-12 ഓണം നീ ഉണ്ണണ്ട. അതാകുമ്പോഴത്തേക്ക് പാറുവിന്റെ ലെവലിൽ എത്തുമല്ലോ. അതിന്റെ ഇടയിൽ കൂടെ ശിവ, നിനക്ക് ഇതിന്റെ ശരിക്കുള്ള കാര്യം മനസ്സിലായില്ലല്ലോ. ഇല്ല, പറ. ഞാൻ പറഞ്ഞുതരാം. എന്തിന് ഇവിടെ കയറി നിക്കണേന്നറിയൂ? ഇല്ല, അറിയത്തില്ല, നീ പറഞ്ഞ. നമ്മുടെ അപ്പൂപ്പൻ ഇതേപോലെ നൈസിൽ എപ്പോഴെങ്കിലും ഒക്കെ നമുക്ക് എന്തെങ്കിലുമൊക്കെ എഴുതി തരുമെന്നറിയാം. ഇപ്പൊ ഇവിടെ നിന്നില്ലെങ്കിൽ കിട്ടുവോ? ഇല്ല. അതുകൊണ്ടാണ് പോവാതെ നൈസിൽ ഊന്നൂന്ന് ഇങ്ങോട്ട് കയറി പറഞ്ഞത്. ഇപ്പൊ എന്തായി? കിട്ടിയോ?
ചേര കെട്ടിയോ? ഇത് നേരത്തെ മുൻകൂട്ടി കണ്ട് മനസ്സിൽ ഫുള്ള് പ്ലാൻ ചെയ്ത് നമുക്കിട്ട് വെച്ചത്. എന്റെ ദൈവം, എന്തോന്നൊക്കെയാണ് നീ പറയണേ? പറഞ്ഞിട്ടില്ല, അമ്പരക്കണുണ്ട. അഭിനയിക്കുമ്പോ ഒരു മയത്തിലൊക്കെ ചെയ്യടോ. എന്തരാണ് താൻ എന്തിനു വിചാരിച്ചത് നമുക്ക് മനസ്സിലാവില്ല. ഇത് മാത്രമല്ല, ഇതിനകത്ത് വേറെയും ചില കളികളുണ്ട്. അവിടെ ദുബായി കിടക്കണവരണം ഉണ്ടല്ലോ, അതുമായിട്ട് ഫുൾ ഡിസ്കസ് ചെയ്യും. അങ്ങനെ ഫുൾ ഡിസ്കസ് ചെയ്തിട്ടാണ് ഈ പ്ലാൻ ഇംപ്ലിമെന്റ് ചെയ്തേക്കണത്. ഇനിയും ബാക്കിയുണ്ട് പറയട്ടെ. ഇനി എന്താ സംഭവിക്കാൻ പോണെന്ന് വെച്ചാല്, കുറച്ച് കഴിയുമ്പോൾ നമ്മളടുത്ത് നിന്നൊക്കെ നൈസിൽ പതപ്പിച്ച് ഓരോന്നോരോന്ന് എഴുതി അങ്ങ് മേടിക്കും. എന്തെങ്കിലും നക്കാപ്പിച്ച തരും, ചിലപ്പോൾ അതും തരൂല്ല. അവസാനം എല്ലാത്തിനെയും കുത്തിന് പിടിച്ചതാ ഇവിടെ പുറത്താക്കും. എന്നിട്ട് ഇവിടെ നാളായിരിക്കും. എടേ ഇത് നമ്മുടെ ലച്ചു ചേച്ചിയല്ല, ഇത് കുഴപ്പള്ള ലച്ചു ആണ്. കുഴപ്പള്ള സിദ്ധുവിന്റെ ഭാര്യ. കേശുവെ നിർത്തിക്കോ. ഇനി നീ വാ തുറന്ന നിന്റെ നാക്കിനെ പിഴുതെടുക്കും. നോക്കിക്കോ, നീ എന്തൊക്കെയാണ് വിളിച്ചു പറയണേ? നിന്റെ മനസ്സിലൊക്കെ ഇത്രയും ദുഷ്ടത ഉണ്ടായിരുന്ന? മനസ്സിൽ പോലും ചിന്തിക്കാത്ത ഓരോ കാര്യങ്ങളൊക്കെ വിളിച്ചു പറഞ്ഞിട്ട്, സത്യം പറഞ്ഞ അമ്മൂമ്മ അപ്പൂപ്പനെ ഈ വീടുണ്ടല്ലോ എന്റെ പേരിലും കൂടെ എഴുതി വെക്കേണ്ട യാതൊരു കാര്യം ഉണ്ടായിരുന്നില്ല. ഇപ്പം പറഞ്ഞേട്ടോ, ഞാൻ ഇവിടെ വന്ന് നിൽക്കുന്നത് ഇവരുടെയൊക്കെ സ്വത്ത് മേടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണെന്ന്. എന്താടാ ഇത്? എല്ലാവരുടെ മനസ്സിലിപ്പൊക്കെ എനിക്ക് മനസ്സിലായി, പ്രത്യേകിച്ച് നിന്റെ. അതുകൊണ്ട് ഞാനിപ്പോൾ തന്നെ പടവലത്ത് പോയിട്ട് അപ്പൂപ്പൻ്റെ അടുത്ത് പറയാം, എനിക്ക് സ്വത്തൊന്നും വേണ്ട, എൻ്റെ സ്വത്തും കൂടെ നിങ്ങൾക്ക് അങ്ങ് വീതിച്ചു തരാം. അതാകുമ്പോഴത്തേക്ക് പ്രശ്നം തീർന്നല്ലോ. ലച്ചി ചേച്ചിക്കൊന്നും വേണ്ടടാ, സന്തോഷമായി. ഞാൻ പോവാ. അയ്യോ മക്കളെ പോവല്ലേ. നീ ഇപ്പൊ അങ്ങോട്ട് ചെന്ന അപ്പൂപ്പന് ഭയങ്കര വിഷമാവേ. പോവല്ലേ. അമ്മൂമ്മ, എനിക്ക് അതിനും വിഷമാണ് ഇവൻ പറയുന്ന ഓരോ കാര്യങ്ങളൊക്കെ കേട്ടിട്ട്. ഇനി ഈ വീട്ടിൽ കിടന്ന് ഇനി ഉറക്കം വരുമെന്ന് എനിക്ക് തോന്നണില്ല. അതുകൊണ്ടാണ് ഞാൻ പറയണത്. ചേച്ചി അത് വിട്ടുകളെ, അവൻ ചുമ്മാ ഓരോന്ന് പറഞ്ഞു. ശിവ, അവന്റെ മനസ്സിലുള്ള കാര്യങ്ങളാണ് ദേഷ്യം വരുമ്പോൾ സങ്കടം വരുമ്പോഴൊക്കെ പുറത്തു വരുന്നത്. അതെനിക്ക് നല്ലോണം മനസ്സിലാവുന്നുണ്ട്. ഇവന്റെ ഉള്ളിൽ ഇത്രയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വിട്ടേ. ബാഗ് ഞാൻ ബാക്കി തരാം. പോ ചെല്ലേ പോ. എന്നാ എനിക്ക് രണ്ടിലും അറിയണമല്ലോ. അങ്ങനെയാണെങ്കിൽ പോയി നോക്ക്. പിന്നെ ഞാനും ഇറങ്ങി അങ്ങ് പോവും. അമ്മച്ചാണെ തിരിച്ചാൽ വീട്ടിലോട്ട് കയറി വരില്ല. അല്ല പിന്നെ ഒരുത്ത ഇവിടെ കത്തി കയറാൻ നോക്കുമ്പോൾ തന്നെ ഇവിടെ ഇമോഷണലി തളർത്താൻ നോക്കണ. എന്താണ് നിന്റെ പ്രശ്നം? മനുഷ്യന് വീട്ടിൽ ഇത്ര ഗൃഹനാഥയുടെ പ്രാധാന്യം കിട്ടിക്കോട്ടെ എന്ന് വെച്ച് ഷോ അടിക്കാന്ന് വിചാരിക്കുമ്പോഴത്തേക്കും അതിനും സമ്മതിക്കൂലേ നീ? മലയാളികളുടെ നമ്പർ 1 ചോയ്സ് കേരള മാട്രിമോണി.